ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാം ഓരോന്നായിട്ട്. ഒന്നാമത്തേത് കുഞ്ഞ് പാൽ കുടിച്ചു. കുഞ്ഞ് പാൽ കുടിച്ചു. കുഞ്ഞാണ്. കുഞ്ഞിന് എന്താ പറയുന്നത്? ശിശുഹു. അപ്പം ശിശു എന്ന് പറയുമ്പോഴത്തേ ഒരു ശിശുവാണ് അല്ലേ? അപ്പം ഒരു ശിശു തന്നെ അവിടെ ഉള്ളൂ, കുഞ്ഞ്. അപ്പം ശിശുഹു. ശിശുഹു. പാലിന് എന്താ പറയണത്? നേരത്തെ വന്നിട്ടുണ്ട്, ദുഗ്ധം. ദുഗ്ധം കുടിച്ചു. കുടിച്ചു എന്നുള്ളത്, കുടിക്കുക എന്നുള്ളത് പിബ് ധാതു. പിബതി, പിബതഹ, പിബന്തിയാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ വരും? അപിബത്, അപിപദ, അപിബൻ. നിങ്ങൾ പടുധാതു പഠിച്ചില്ലേ എന്ന്? അപടത്, അപടതാം, അപടൻ പാസ്റ്റ് ടെൻസ് അല്ലേ? അപ്പം ഇവിടെ എങ്ങനെ വരും? കുടിച്ചു എന്നുള്ള അപിബത്ത്, അപിപദാം, അപിബൻ. ഏകവചനമാകുമ്പോൾ അപിബത്ത്. ദുഗ്ധം അപിബത്ത്. അപിബത്ത്, അപിബത്ത്. ഇനിയുള്ളത് എന്തോന്നാണ്? രണ്ടാമത്തത്, അവർ ജലബിന്ദുക്കളെ തൊട്ടു. അവർ ജലബിന്ദുക്കളെ തൊട്ടു. അവർ എന്നുള്ളത് എന്താണ്? സഹതൗത്തേ. അപ്പോൾ തേ ആണ്. തേ ജലബിന്ദുക്കളെ. അപ്പോൾ അവിടെ എന്തോ ഏത് വിഭക്തിയാണ് വരുന്നത്? എ എന്നുള്ളത് ദ്വിതീയ വിഭക്തിയാണ് അല്ലേ? പക്ഷെ അവിടെ ബഹുവചനമാണ്. അപ്പോൾ ജലബിന്ദുക്കളെ എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്? ബിന്ദുവിൻ്റെ ബിന്ദു, ജലബിന്ദു, ബിന്ദു, ബിന്ദു, ബിന്ദവഹയാണ്. പക്ഷെ അവിടെ ദ്വിതീയ വിഭക്തിയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബിന്ദും ബിന്ദു ബിന്ദൂൻ, ബിന്ദും ബിന്ദു ബിന്ദൂൻ എന്നാണ്. അപ്പോൾ എങ്ങനത്തെ? ജലബിന്ദൂൻ, ജലബിന്ദൂൻ, തേ ജലബിന്ദൂൻ. തൊട്ടു എന്നുള്ളതാണ്. തൊടുക എന്നുള്ളത് എന്താണ്? തൊടുക, സ്പൃശതി, സ്പൃശിധാതു, തൊടുക. സ്പൃശതി, പൃഷത, സ്പൃശന്തിയാണ് വർത്തമാനകാലം. ഇവിടെ പാസ്റ്റ് ടെൻസ്, ഭൂതകാലം അല്ലേ? അപ്പം അസ്പൃശത് ഇവിടെ തേ ആണ്. അപ്പം നേരത്തെ വന്നതിൽ പടുധാതു ആണെങ്കിൽ അവിടനാണ് വരുന്നത്. അതുപോലെ ഇവിടെ എന്തൊരു സ്പൃശിധാതു ആകുമ്പം അസ്പൃശത്, അസ്പൃശത്, അസ്പൃശതാം, അസ്പൃശൻ. അപ്പം തേ ജലബിന്ദൂൻ അസ്പൃശൻ, തൊട്ടു. അസ്പൃശൻ, അസ്പൃശൻ. അടുത്തത്, മയിലുകൾ അവിടെ നൃത്തം ചെയ്തു. മയിലുകൾ എന്നുള്ളത് അറിയാം. മയിലുകൾ എന്തോന്നാണ്? പീക്കോക്ക് അല്ലേ? മയിലുകൾ. അതിന് എന്തെന്നാണ് സംസ്കൃതം പറയുന്നത്? മയൂരഹയാണ്. ഇവിടെ ബഹുവചനമാണ്. മയൂരാഹ, മയിലുകൾ, മയൂരാഹ. ഇനി അവിടെ എന്നുള്ള എന്തോന്ന്? ഇവിടെയും അവിടെയും പറഞ്ഞില്ലേ? ഇവിടെ അത്ര, അവിടെ തത്ര. മയിലുകൾ തത്ര നൃത്തം ചെയ്തു. നൃത്തം ചെയ്യുക എന്നുള്ള ഒറ്റ വേർഡായിട്ട് വേണം. നൃത്തം ചെയ്തു, നൃത്തം ചെയ്യാൻ. നൃത്യതിയാണ് എന്ത്? വർത്തമാനകാലം. അപ്പം ഇവിടെ അനൃത്യത് വരും. പക്ഷെ ഇവിടെ മയൂരാഹ ബഹുവചനമാണ്. അപ്പം അനൃത്യത്, അനൃത്യതാം, അനൃത്യൻ. അനൃത്യൻ, അനൃത്യൻ. അടുത്ത, ആടുകൾ ഇലകൾ ഭക്ഷിച്ചു. ആടുകൾ ഇലകൾ ഭക്ഷിച്ചു. ആട് എന്നുള്ളതിന് അജഹ. അതിൻ്റെ ബഹുവചനം ആടുകളാകുമ്പോൾ അജാഹ, അജാഹ. ഇലകൾ എന്തോന്നാണ്? പത്രമാണ് ഒരു ഇല. അതിൻ്റെ ബഹുവചനം പത്രം, പത്രേ, പത്രാണി. പത്രാണി, പത്രാണി. ഭക്ഷിക്കുക. ഭക്ഷയതി, ഭക്ഷയതാം, ഭക്ഷയന്തിയാണ് വർത്തമാനകാലം. അപ്പോൾ അതിൻ്റെ മറ്റതെങ്ങനെ വരും? പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ്? അഭക്ഷയത്, അഭക്ഷയത്. ഇവിടെ അജാഹയാണ് ബഹുവചനമാവും. അഭക്ഷയത്, അഭക്ഷയതാം, അഭക്ഷയൻ, അഭക്ഷയൻ, അഭക്ഷയൻ.
ഭക്ഷയൻ. അടുത്തത്, ആ വനത്തിൽ ക്രൂരനായ ഒരു സിംഹം വസിച്ചിരുന്നു. ആ വനത്തിൽ, വനം എന്നുള്ളത് എന്താണ്? വനത്തിൽ ആണ്, വനത്തിലാണ്. അപ്പോൾ അതേത് വിഭക്തി? സപ്തമിയാണ്. അപ്പോൾ ആ വനത്തിലാകുമ്പോഴത്തേക്കും അതും ആ എന്നുള്ളത് എന്ത് ചെയ്യണം? വരണം, സപ്തമി തന്നെ വരണം. അപ്പോൾ തച്ഛബ്ദം അതിൻ്റെ സപ്തമി തസ്മിൻ ആണ്. തസ്മിൻ വനേ, വനയാണ് സപ്തമി. അപ്പം തസ്മിൻ വനേ. തസ്മിൻ വനേ. തസ്മിൻ വനേ എന്താ? ക്രൂരനായ ഒരു സിംഹം, ഒരു ക്രൂരനായ സിംഹം. അപ്പം ഏകഃ ക്രൂരഃ, ഏകഃ ക്രൂരഃ, ഏകഃ ക്രൂരഃ ക്രൂരഃ ആരാണ്? സിംഹഃ. സിംഹഃ വസിച്ചിരുന്നു. ഞങ്ങളത് പാസ്റ്റ് ടെൻസ് അല്ലേ? സിംഹഃ വസിച്ചിരുന്നു. വസതി വസതഃ വസന്തിയാണെന്ത്? വർത്തമാനകാലം. അതിൻ്റെ ലങ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ ഭൂതകാലം എങ്ങനെ വരും? അവസത്. അപ്പോൾ ഇവിടെ ഏകഃ സിംഹമല്ലേ, അപ്പോൾ എന്ത് ചെയ്യണം? അവസത് തന്നെ. അവസത്, അവസത്. ഏകഃ ക്രൂരഃ സിംഹഃ അവസത്. ഇങ്ങനെയാണ്. അടുത്ത നോക്കിക്കോളൂ. ഈ വൃക്ഷത്തിൽ നിന്ന് മധുരഫലങ്ങൾ വീണു. ഈ വൃക്ഷത്തിൽ നിന്ന്, വൃക്ഷത്തിൽ നിന്ന് എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചമിയാണ് വരുന്നത്. അതിൽ നിന്ന്. അപ്പം പഞ്ചമി എങ്ങനെ ഒരു വൃക്ഷാത്ത് ആണ്. വൃക്ഷാത്ത്, വൃക്ഷത്തിൽ നിന്ന്. വൃക്ഷാത്ത്, വൃക്ഷാഭ്യ വൃക്ഷേഭ്യയാണ്. അപ്പോൾ ഇവിടെ ഈ വൃക്ഷത്തിൽ, അതും എന്ത് തന്നെ വരണം? പഞ്ചമി. അതാണ് അസ്മാത് വൃക്ഷാത്. അസ്മാത് വൃക്ഷാത്. അസ്മാത് വൃക്ഷാത് എന്താണ്? മധുരഫലങ്ങൾ. മധുരഫലങ്ങൾ, ഫലങ്ങൾ പ്ലൂറലാണ്. മധുരഫലാനി, മധുരഫലാനി. അല്ലെങ്കിൽ മധുരം എന്ന് പറയുമ്പോൾ മധുരാണി ഫലാനി, അങ്ങനെയും പറയാം. മധുരാണി ഫലാനി. കാരണം ഫലം എന്നുള്ളത് പ്ലൂറലാവുമ്പോൾ മധുരവും എന്ത് തന്നെ വരണം? പ്ലൂറൽ തന്നെ വരണം. മധുരാണി, മധുരാണി ഫലാനി പഴങ്ങൾ. ഇനി അടുത്ത വീണു. വീഴുക എന്ന് പറയുമ്പോൾ പതതി പതതഃ പതന്തി. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ അപതത് അപതതാം അപതൻ. ഇവിടെ ഫലങ്ങളാണ്. അപ്പം അപതൻ പ്ലൂറൽ. അപതൻ, അപതൻ. ഇനി അടുത്ത്, അവർ പാൽ കുടിച്ചില്ല എന്നാൽ പഴങ്ങൾ കഴിച്ചു. അവർ എന്ന് പറയുമ്പോൾ അറിയാം, തേ സഹതൗ തേ, തേ. ഇനി എന്താ? പാൽ കുടിച്ചില്ല. പാൽ ദുഗ്ധം, ദുഗ്ധം. കുടിച്ചില്ല, കുടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? പിബതി പിബതഃ പിബന്തിയാണ്. പക്ഷെ അവിടെ കുടിച്ചില്ല പാസ്റ്റ് ടെൻസ് ആണ്. അപിബത്. പക്ഷെ ഇവിടെ കുടിച്ചില്ലയാണ്. അപ്പം ന. പിന്നെ തേയാവുമ്പം ബഹുവചനവും വരണം. അപിബത് അപിപദാം അപിബൻ. അപ്പം തേ ദുഗ്ധം ന അപിബൻ, ന അപിബൻ. പിന്നെ എന്താണ്? എന്നാൽ, എന്നാൽ പരം. എന്നാൽ പഴങ്ങൾ കഴിച്ചു. പഴങ്ങൾ അറിയാം, ഫലാനി, ഫലാനി, ഫലാനി. കഴിച്ചു എന്ന് പറയുമ്പോൾ അവിടെയും പാസ്റ്റ് ടെൻസ് കഴിച്ചു. എന്താണ്? പഴങ്ങൾ. അപ്പോൾ അത് പ്ലൂറൽ അല്ലേ? അപ്പോൾ പ്ലൂറൽ അല്ല, പാസ്റ്റ് ടെൻസ് അല്ലേ? അതാണ് ഫലാനി. ഖാദതി, ഖാദതി ഖാദതഃ ഖാദന്തിയാണ് കഴിക്കുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് അഖാദത് അഖാദതാം അഖാദൻ. അപ്പോൾ ഇവിടെ പഴങ്ങൾ പോകുമ്പോൾ അഖാദൻ, അഖാദൻ, അഖാദൻ.
അടുത്ത ഗംഗയുടെ തീരത്ത് ഒരു വിശാലമായ മരം ഉണ്ടായിരുന്നു. ഗംഗയുടെ ഷഷ്ടിയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഷഷ്ടി ഏകവചനം. അപ്പം ഗംഗ എന്നുള്ളത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ്. അപ്പോൾ അതിനെങ്ങനെ വരും? ഗംഗായാഹ. ഷഷ്ടി വരുന്നത് ഗംഗായാഹ. ബാലശബ്ദം ബാല പോലെ ബാലായാഹ, രമായാഹ, അജായാഹ, അതുപോലെ ഗംഗായാഹ, ഗംഗായാഹ. ഇനി തീരത്ത് എന്നുള്ള, അപ്പം തീരത്തിൽ, അതിൽ എന്നുള്ള അർത്ഥമാണ്. അവിടെ സപ്തമി വരണം അല്ലേ. തീരം എന്നുള്ള വാക്ക് തീരം എന്നും പറയാം, തടം എന്നും പറയാം. അപ്പം തടമാണെങ്കിലോ അതിൻ്റെ സപ്തമി തടേ. ഗംഗായാഹ തടേ ഒരു വിശാലമായ മരമുണ്ടായിരുന്നു. മരമാണ്, വൃക്ഷ ഒന്നേ ഉള്ളൂ. അപ്പം വിശാലവും ഒരു എന്തായിരിക്കണം? സിംഗുലർ തന്നെ വരണം. ഒരു അപ്പോൾ എങ്ങനെ? ഏകഹ. ഏകഹ. വിശാലം വിശാലഹ തന്നെ. വിശാലഹ. വിശാലഹ. മരത്തിന് വൃക്ഷഃ. വിശാലഹ വൃക്ഷഃ. ഉണ്ടായിരുന്നു എങ്ങനെ അറിയാം? നേരത്തെ പറഞ്ഞു ഉണ്ടെന്നുള്ളത് പഠിച്ചില്ലേ? അസ്തിസ്തഹ സന്ധി. അതിൻ്റെ പാസ്റ്റ് ടെൻസ് അസീത്, അസ്താം, ആസൻ. അപ്പോൾ ഇവിടെ ഒന്നാവുമ്പോൾ ആസീത്. ആസീത്. അടുത്ത മഴക്കാലത്ത് മയിലുകൾ നൃത്തം ചെയ്തു, ഞങ്ങളും അവയെ കണ്ടു. മഴക്കാലത്ത് എന്നുള്ളത് വർഷാകാലമാണ്. അത് മഴക്കാലത്ത് നമ്മൾ സപ്തമിയാണ്. വർഷാകാലേ. വർഷാകാലേ. ഇനി മയിലുകൾ നൃത്തം ചെയ്തു. മയിലുകൾ മയൂരാഹ. മയൂരാഹ. നൃത്തം ചെയ്തു എന്ന് പറയുന്നത് നൃത്തം ചെയ്യുക എന്ന് നൃത്യതി, നൃത്യത, നൃത്യന്തി. നൃത്യം ചെയ്തു ആവുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പൊ അനൃത്യത്, അനൃത്യതാം, അനൃത്യൻ. ഇവിടെ മയിലുകളാണ്, ബഹുവചനം ആയതുകൊണ്ട് അനൃത്യൻ. അനൃത്യൻ. ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങളും അവയെ കണ്ടു. ഞങ്ങളും. ഞങ്ങൾ എന്നുള്ളതിന് വയം. ഞങ്ങളും അവയെ കണ്ടു എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോന്നാണ്? ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് വയമാണെന്നറിയാം. പക്ഷേ എന്നുള്ളത് ഞങ്ങളും വർഷകാലെ വയം. വയം ച. വയം ച. വയം ച. ഇനി അവയെ എന്നുള്ളത് ദ്വിതീയ ബഹുവചനമാണ്. സഹ തൗതേ തം തൗ താൻ. 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 ഇനി കണ്ടു എന്നുള്ള കാണുക എന്നുള്ളത് പിന്നെ പശ്യതി എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് അപശ്യത്, അപശ്യത, അപശ്യൻ. പക്ഷെ ഇവിടെ വയം വന്നിരിക്കുന്നു. വയം എന്താണ്? ഉത്തമ പുരുഷനാണ്. ഉത്തമ പുരുഷൻ വരുമ്പോൾ എങ്ങനെയും അപശ്യം, അപശ്യാവ, അപശ്യാമ. അപ്പൊ അപശ്യാമ. അപശ്യാമ. അടുത്ത നോക്കിക്കോളൂ. കാറ്റിന്റെ പ്രകോപത്താൽ വൃക്ഷങ്ങൾ നിലത്തു വീണു. കാറ്റിൻ്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? ഷഷ്ടിയാണ് അല്ലേ. കാറ്റിൻ്റെ, കാറ്റെന്നുള്ളതിന് മരുത്തെന്നാണ്. അതിൻ്റെ ഷഷ്ടി എങ്ങനെ വരും? മരുതഹ. 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 ഇനി പ്രകോപത്താൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഏത് വിഭക്തിയാണ്? ആൽ വരുന്നത് തൃതീയാണ് അല്ലേ. പ്രകോപേണ. പ്രകോപത്താൽ. തേന, അതുപോലെ ബാലേന, ഗജേന, അശ്വേന പോലെ പ്രകോപേന. അത് പ്രകോപേണയാണ്. മരുതഹ പ്രകോപേണ. ഇനി വൃക്ഷങ്ങൾ അറിയാം. വൃക്ഷങ്ങൾ വൃക്ഷാഹ തന്നെ. വൃക്ഷാഹ. നിലത്ത് വീണു എന്ന് പറഞ്ഞാൽ താഴെ വീണു എന്നുള്ള അർത്ഥം. വീഴുക എന്നുള്ളതിൻ്റെ പദ്ധതി, പദതഹ, പദന്തിയാണ്. പദധാതു. അതിൻ്റെ പിന്നെ പാസ്റ്റ് ടെൻസ് ആകുമ്പോഴെന്ത്? അപതത്, അപതതാം, അപതൻ. ഇവിടെ ഏതാണ്? വൃക്ഷാഹയാണ്. അപ്പൊ എന്തൊന്നാണ്? പ്ലൂറലല്ലേ. അപതൻ. പഠിച്ചു. അപതൻ. അപതൻ. അപ്പോൾ ഈ രീതിയിലുള്ള ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വേറെ ഏതാനും പിന്നെ ട്രാൻസ്ലേഷനുമായി അല്ലെങ്കിൽ വിവർത്തനവുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.